അപ്പോൾ എല്ലാം കൂടി നമുക്കൊരു ബലമായി ഇപ്പോൾ ഞങ്ങളെല്ലാം കൃഷിയും പിന്നെ തുടങ്ങി നെല്ലായി അതിനിടയ്ക്ക് ഇടയിൽ വേറെ കൃഷികളിറക്കി പയറായി റായി പല കൃഷികളും ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുക്കും അതിന് നമുക്ക് പഞ്ചായത്തിൽ നിന്നും കൃഷി വന്നതിനെല്ലാം വിത്തുകളായിട്ട് തൈകളായിട്ട് ഇന്ന് പോലും വന്ന് കിടക്കുക ഇതിൻ്റെ തുടക്കത്തിൻ്റെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുക ആ വെളിച്ചത്തിൽ നിന്ന് ഇപ്പോഴും നമുക്ക് തൈ വരും വിത്ത് വരും എല്ലാ സാധനത്തും ഒരു കുറവില്ല മെസ്സിയും വന്നു അവരിതൊക്കെ സിനിമയിലൊക്കെ കാണുന്നതല്ലേ ഈ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ അപ്പോൾ അവിടെ വന്ന് കാണുമ്പോൾ അതൊരു മിഡ് ഫോറസ്റ്റിനകത്തോട്ട് കുറേ ട്രാവൽ ചെയ്ത് ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു നെൽപ്പാടം കാണുമ്പോൾ ഇതുപോലെ 40 ഏക്കർ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ശരിക്കും 40 ഏക്കർ കൃഷിയുണ്ട്. രണ്ട് സെറ്റിൽമെന്റിലായിട്ടും കട്ടമുടി കുഞ്ചിപ്പട്ടിലായിട്ട് ഫുൾ 40 ഏക്കർ. ഐഡം യൂട്യൂബ് ചാനലിനൊപ്പം ഇന്നുള്ളത് നീലമ്മ എന്ന കരുത്തുറ്റ സ്ത്രീത്വമാണ്. ഇടുക്കി കട്ടമുടി സെറ്റിൽമെന്റിലെ കുഞ്ചിപ്പട്ടി എന്ന സ്ഥലത്ത് നെല്ല് വിളയിക്കാൻ ഹരിത കേരള മിഷൻ മുന്നിട്ടിറങ്ങിയപ്പോൾ പ്രതിസന്ധികളെയും വന്യമൃഗങ്ങൾ അടക്കമുള്ള വെല്ലുവിളികളെയും മുന്നിട്ട് അല്ലെങ്കിൽ അതിനെയൊക്കെ പോരാടി തളർത്തി അതിന് നേതൃത്വം നൽകിയത് നീലമ്മ എന്ന വ്യക്തിത്വമാണ്. ഇന്ന് കുഞ്ചിപ്പട്ടി അരി കേരളം മുഴുവൻ അറിയപ്പെടുന്ന ബ്രാൻഡായി മാറിയിരിക്കുന്നു. ആദ്യം 5.5 ഏക്കറിൽ തുടങ്ങിയ കൃഷി ഇന്ന് 15 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്നു. കൊയ്തെടുക്കുന്നത് 100 മേനി. ഈ 100 മേനി വിളവിലേക്ക് എത്തിച്ചത് താന്നിപ്പുൽ 1.5 അടി പൊക്കത്തിൽ വളർന്ന താന്നിപ്പുല്ലിനെ അടക്കമുള്ള വെല്ലുവിളികൾ എങ്ങനെ മറികടക്കുമെന്നറിയാതെ ഹരിത കേരള മിഷൻ പ്രവർത്തകർ വെല്ലുവിളിക്ക് മുന്നിൽ പതറി നിന്നപ്പോൾ നീലമ്മ എന്ന വ്യക്തിത്വമാണ് വഴികാട്ടിയായി വന്നത്. ആ നീലമ്മയെ നമുക്ക് പരിചയപ്പെടാം. നമസ്കാരമുണ്ട്. നമസ്കാരം. എങ്ങനെയാണ് നീലമ്മ ഈ വലിയ താന്നിപ്പുല്ലടക്കമുള്ള പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് കിട്ടിയത്? ഞങ്ങൾ തന്നെ പേടിച്ച നടന്ന ഒരു വലിയ മതിയായ പുല്ല് കാടാം. ഞങ്ങള് വല്ല മൃഗങ്ങൾ കിടക്കുവോ എന്തോന്ന് പേടിച്ച് ഇടയ്ക്ക് ഇറങ്ങി നടന്ന പുല്ല് മൃഗങ്ങളെ പേടിച്ചാണ് കഴിഞ്ഞിരുന്നത്. അതെ കഴിഞ്ഞത്. ആ കാടാണ് വെട്ടിമറിച്ച് ഞങ്ങള് തോമ്പ് കൊണ്ടും കിളസ് കത്തി കൊണ്ട് വെട്ടിമറിച്ച് കടകടയാ മറിച്ച് പറിക്കുകയും ചെയ്തു മാറ്റി നെല്ല് വിതച്ചു. അപ്പോൾ ആ സമയത്ത് 2 ആളെ നമ്മളെ കാർത്തിയും മേഡം പിന്നെ എലിയാസ് സാറെന്നൊരു സാറും 2 ആളൊന്ന് ചോദിച്ചു, നിങ്ങൾ ഇവിടെ എന്തെങ്കിലും കൃഷി ഇറക്കുമോ എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു കൃഷി ഇറക്കാൻ പറ്റുമോ എന്തോ, ഞങ്ങൾ കൊണ്ടുവയ്യ, ഇത്ര വലിയ മതിയായി കാട്, വലിയ കാട് ഞങ്ങൾ എന്ത് ചെയ്യാനാ നിങ്ങൾ അങ്ങനെ വിതയ്ക്കുകയാണെങ്കിൽ വിത്ത് തരാം, ഞങ്ങള് പകുതി സഹായിക്കാന്ന്. അപ്പൊ തന്നെ ഞാനും എന്റെ കാരണവരും എന്റെ കെട്ടിയും പറഞ്ഞു നമുക്ക് എന്തായാലും കുഴപ്പമില്ല, ഒന്ന് മുട്ടാം എന്ന് പറഞ്ഞു. ഒന്ന് മുട്ടാന്ന് വെച്ചാൽ ഒരു കൈ നോക്കാം, നമുക്ക് ഒരു നെയ്യാറ് ഇടത കൈയാണെങ്കിൽ നാനും ഒരു വലത് കൈയാന്നും പറഞ്ഞ് എന്റെ കാരണവർ അങ്ങ് ഇറങ്ങി. അപ്പൊ ഇളവട്ട പിള്ളേര് ചെറുപ്പക്കാര് ഒരു 5 എണ്ണം കിട്ടി. 5 പിള്ളേരെ ഇറക്കി വെട്ടി അതിനുള്ള കൂലിയും കൊടുത്തു. അങ്ങനെ വിത്ത് കിടച്ചപ്പോ ഞങ്ങക്ക് വിതച്ച നെല്ലായിപ്പോ ഞങ്ങൾക്ക് ഒരു സന്തോഷം. അന്ന് സാറുമാരൊന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഞങ്ങളിനി അരിയുടെ കഞ്ഞി കുടിച്ച് മരിക്കൂല. ഇത്രയും വലിയ കാട് കണ്ടപ്പോ കാടിന് കണ്ട് പേടിച്ച് കിടക്കണതല്ലാതെ പണിയാൻ തോന്നിയില്ല എന്ന് പറഞ്ഞപ്പോ സാറുമാർക്ക് ഭയങ്കര സങ്കടം തോന്നി. അങ്ങനെ പറഞ്ഞ ഒരു വ്യക്തി ഇവിടെ വിത്ത് വിതച്ച നെല്ല് കൊയ്യോ എന്ന് നമുക്ക് കാണാന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ഹരിത കേരള മിഷനും വന്ന് മുട്ടിയപ്പോ നമുക്ക് ഒരു താങ്ങായി. ഹരിത കേരള മിഷൻ ആണ് ആ താങ്ങായി. അപ്പൊ എല്ലാം കൂടി നമുക്കൊരു ബലമായി. ഇപ്പൊ ഞങ്ങളെല്ലാം കൃഷിയും പിന്നെ തുടങ്ങി നെല്ലായി അതിനിടയ്ക്ക് ഇടയിൽ വേറെ കൃഷികളിറക്കി പയറായി റായി പല കൃഷികളും ഇടയ്ക്കിടയ്ക്ക് ഇറക്കി കൊടുക്കും. അതിന് നമുക്ക് പഞ്ചായത്തിൽ നിന്നും കൃഷി വന്നതിനെല്ലാം വിത്തുകളായിട്ട് തൈകളായിട്ട് ഇന്ന് പോലും വന്ന് കിടക്കുക. ഇതിന്റെ തുടക്കത്തിന്റെ വെളിച്ചം വന്നുകൊണ്ടിരിക്കുക. ആ വെളിച്ചത്തിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് തൈ വരും വിത്ത് വരും എല്ലാ സാധനത്തും ഒരു കുറവില്ല
മെസ്സിയും വന്നു. ആ നെല്ല് വയലായി ഉളരാനുള്ള പില്ലറ വന്നു. ആ നെല്ല് മെതിക്കാനുള്ള യന്ത്രം വന്നു. യന്ത്രം വന്നു. ഓക്കെ. നെല്ല് ഈ കൊല്ലം കൊയ്തു കൊടുത്തു. ആഹാ. മെതിച്ചു. ആ പേറ്റാനല്ല, ആ ഒന്നും ചെയ്യാനല്ല. ആ നെല്ല് കുത്തി അരി കുത്തന ആ യന്ത്രം മെഷീൻ വന്നു. ആ ഇനി അരിക്കും വില കൊടുത്ത് പോണ്ട. നമുക്ക് നമ്മളെ സർക്കാരെല്ലാം തന്നു. ആ ഇനി നമുക്ക് ഒരു വലത കൈ ഒരു പെലങ്ങായി. ബലമായി നമുക്ക് ഇനി പണിയാനുള്ള ശക്തി ദൈവവും മക്കളും ഉണ്ടായാൽ മതി. നമുക്ക് ഒരു കൂട്ടായ്മ ഉണ്ടായി. അപ്പൊ ആ കൂട്ടായ്മയുടെ സന്തോഷമാണ്. കൂട്ടായ്മയുടെ സന്തോഷമാണ് നമുക്ക് എല്ലാവർക്കും ഉള്ള സന്തോഷം. നമ്മളെ കുടിക്കാറ് നമ്മളെ കുഞ്ചിപ്പട്ടി കുടിയിലുള്ള ആൾക്കാർ കൂട്ടായ്മ എന്നോടൊപ്പം നിന്ന നമുക്ക് ഒരു ബലം. നമ്മളെ സർക്കാരിൻ്റെ ഒപ്പം നമ്മളെ ഹരിത കേരള മിഷന്റെ അല്ല ഒപ്പം നിന്ന് ഒരു പെലങ്ങായിട്ട് വന്ന നമുക്ക് പിന്നെ എല്ലാം ഒരു പെലങ്ങായി. ഈ അതിന്റെ ഒരു സന്തോഷമായിട്ടാണോ ഇന്ന് മുഖ്യമന്ത്രിക്ക് അരി കൊടുത്തത്, കുഞ്ചിപ്പട്ടി അരി കൊടുത്തപ്പോ? അതെന്താണ്? അല്ല, അത് നമുക്ക് മന്ത്രി എന്ന് പറയുമ്പോ നമുക്ക് ഇങ്ങോട്ട് വന്നപ്പോ നമുക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെ മന്ത്രി ഉള്ളപ്പോഴാണല്ലോ നമുക്ക് ഇത്രയും ആൾക്കാർക്ക് ഒരു ബലം. മുഖ്യമന്ത്രി ഉള്ളപ്പോഴാണല്ലോ നമുക്ക് നമ്മളെ മുഖ്യമന്ത്രി ഒരു പ്രളയം വന്നപ്പോ നമുക്ക് എന്തിലാ നൽകി തന്നു. നമുക്ക് ഒരു പിടി അരിയില്ലേ കൊടുത്തോളൂ. അതെ, അങ്ങനൊക്കെയാ. പ്രളയകാലത്ത് തന്നതിനാണ് ഒരു പിടി അരി തിരിച്ചു കൊടുത്തത്. നമുക്ക് അയാള് വന്നപ്പോ അയാളെ കാണാൻ പോയപ്പോ നമ്മളെ കയ്യിൽ നെല്ല് വളർന്നു അരി ഉണ്ടാക്കി. അതുകൊണ്ട് കൊടുക്കണല്ലേ നല്ലതെന്ന് പറഞ്ഞ് നാം കൊടുത്തത്. ആ കൊടുക്കുന്നതിലാണ് നമ്മുടെ സന്തോഷം. നമ്മളെ കൂടെ സന്തോഷം. എങ്ങനെയാണ് ഇപ്പം ആളുകളെല്ലാം അന്ന് സംശയിച്ചു, എങ്ങനെ ഈ തരിച്ചു കിടക്കുന്ന ഭൂമിയിൽ നെല്ല് വിളയിക്കുമെന്ന്. അങ്ങനെ ഒരു പദ്ധതി വന്നെങ്കിൽ പോലും ഒരു സംശയിച്ച് എല്ലാവരും മാറി നിന്നു. അപ്പോൾ എങ്ങനെയാണ് നീലമ്മയും ഭർത്താവും കൂടി മുന്നിട്ടിറങ്ങിയത്? ധൈര്യം. ഈ കാട് ഇങ്ങനെ തന്നെ കിടന്ന നമ്മൾ തലമുറ പിള്ളേരും ഇതുപോലെ തന്നെ ഇരുന്നു പോകും. അതെ അതെ. ഇത് ഈ സാധനം നെല്ലോ റായിയോ പയറോ എന്തെങ്കിലും ഈ കാട് തെളിഞ്ഞാലല്ലേ ഈ നമ്മളെ മക്കളും കണ്ട് തുടങ്ങാൻ. നമ്മളെ മക്കള് നമ്മൾ പണിയെന്ന് കാണണം. നമ്മൾ പണിത് നെല്ലുണ്ടാക്കി, പയറുണ്ടാക്കി, റായി ഉണ്ടാക്കി. അപ്പൊ നാളെ നമ്മളെ മക്കൾ അതിനെ കണ്ട് നമ്മൾ വീണു പോകും. നമ്മളെ മക്കൾ അതിനെ കണ്ട് പഠിക്കണം. അപ്പൊ ഭാവി തലമുറയും കൂടെ കണ്ടിട്ടാണ്. അപ്പൊ നാളെ ഇത് നമ്മൾ ചെയ്യാതെ പോയാൽ നമ്മളെ മക്കൾക്ക് അരിയില്ല. അങ്ങനല്ലേ? നമ്മുടെ മക്കള് അരി ഭക്ഷണം കഴിക്കുക നമുക്ക് ഇത് ഉണ്ടാക്കി കാട്ടിയാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഈ വന്യമൃഗശല്യം അടക്കമുള്ള വെല്ലുവിളികൾ ശല്യം ഈ കൊല്ലം കൊയ്യാൻ നിന്നപ്പോ വലിയ മൃഗശല്യത്തിലും 2 ദിവസം വന്ന് ആന ഇറങ്ങി. അപ്പൊ ഒരു വ്യക്തിയുടെ കണ്ടം മൊത്തം കൊയ്യാൻ പോലും കിട്ടിയിട്ടില്ല. കിട്ടാതെ വന്നപ്പോ ഞങ്ങളെ കുടിയിലുള്ള ആണുങ്ങൾ മൊത്തം ഷെഡ് കെട്ടി സൈഡിൽ മൊത്തം കിടക്കാൻ തുടങ്ങി. ഷെഡ് കെട്ടി കിടന്നു. കാവൽ കിടന്നു. തീ കത്തിച്ച് രാത്രിയിൽ മൊത്തം ഇരിക്കുകയായിരുന്നു. അപ്പൊ 2-3 ദിവസം വന്ന് ആന കണ്ടപ്പോ ഇനി ആളായി എന്ന് പറഞ്ഞ ആന പിന്നെ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ നിങ്ങൾ ആനയെ ഓടിച്ചു? ആനയെ അങ്ങനെ ഓടിച്ചാണ് ഞങ്ങള് കൃഷി കാത്താണ്. ഇപ്പൊ 5 കൊല്ലമായിട്ടും തുടർച്ചയായിട്ട് കൃഷി 100 മേനി എപ്പോഴും കിട്ടുന്നുണ്ട്. അപ്പം ഇതിപ്പോ ഒരു ബ്രാൻഡായില്ലേ, കുഞ്ചിപ്പട്ടി എന്ന് പറയുന്ന അരി ഒരു ബ്രാൻഡായി. ഇപ്പൊ കേരളം മുഴുവൻ അറിയപ്പെടുന്നു. ഇവിടെ ഇപ്പൊ സ്റ്റാൾ ഇട്ട് നമ്മൾ അരി വിൽക്കുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് അതിനെ ഒരു സന്തോഷത്തോടെ ഇനി എന്താണ് നമ്മൾ കാണുന്നത്? ഇനി ഇത് തുടർന്ന് തന്നെ പോണം. നീലമ്മയ്ക്ക് ഇപ്പൊ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 60 പോയിട്ട് 70 വയസ്സാകാൻ. 70 വയസ്സാകാറായി. എന്നിട്ടും ഇപ്പോഴും മണ്ണിലിറങ്ങി കിളച്ച് അധ്വാനിക്കുന്നു. 5 മണിക്ക് ചായ കുടിക്കും. 5 മണിക്ക് എണീക്കും. 5 മണിക്ക് ചായ കുടിച്ച് മെറ്റം കടിക്കും. മെറ്റം കടിച്ച് വരെ നേരം വെളുത്താ പിന്നെ അപ്പൊ തന്നെ ഞാൻ കത്തിയും കൊണ്ട് ഞാൻ എന്റെ പാടത്തിലേക്ക് ഇറങ്ങും. എന്നിട്ട് പണിയെടുക്കും. എത്ര മണി വരെ പണിയെടുക്കും? 9 മണി വരെയും പണിയെടുക്കും. പിന്നെ വന്ന് കഞ്ഞി കുടിച്ച ശേഷം എവിടെയെങ്കിലും കൂലിപ്പണിക്ക് അല്ലെങ്കിൽ തൊഴിലുറപ്പിനോ പോവും. പിന്നെ വൈകുന്നേരം വന്നിട്ട് കുളിച്ചിട്ട് പിന്നെയും പറമ്പിലിറങ്ങും. എന്നിട്ട് എപ്പോഴാണ് ഉറങ്ങുന്നത്? നമുക്ക് 6 മണി ആയാ പിന്നെ വെള്ളത്തില് കുളിക്കും, കിടക്കും. ഇത് ശരിക്കും ആരോഗ്യത്തിന് എന്തെങ്കിലും വേറെ സീക്രട്ട് ഉണ്ടോ? ഈ പാടത്തിലെ പണി തന്നെയാണോ സീക്രട്ട്? ഇത് തന്നെയാണ് പണി.
ഹരിത കേരള മിഷൻ സീമ ടീച്ചറൊക്കെ എങ്ങനെയാണ് ഇതിന് സഹായം ചെയ്തതെന്ന് പറയാമോ? ജന്മശേഷ ടീച്ചർ ഞങ്ങൾക്ക് ആദ്യം വന്നപ്പോ ആദ്യം വന്നത് തൊട്ട് തന്നെ ഞങ്ങൾക്ക് ഒരു വിളിച്ചു ആ സന്തോഷം തന്നെ. ആ പൈസ ആയിട്ട് തന്നാലും ആ ഇപ്പൊ ഇത്രയും വിഷയങ്ങൾ എത്ര കാര്യങ്ങളെല്ലാം എത്തിച്ചു തന്നില്ലേ. ആ ഇപ്പോ നമ്മളെ സർക്കാരിൻ്റെ ആ നമ്മളെ അതിൽ കേരള മിഷൻ വന്ന് നമ്മൾ വലത് കൈയായിട്ട് നിന്നാൽ പിന്നെ ആ എല്ലാ സാധനം നമ്മളെ ടീച്ചറിനൊപ്പം ടീച്ചർ വന്നോ? കൃഷി കാണാൻ വന്നോ? വന്നു. എല്ലാവർക്കും സന്തോഷമായി. ഇത് കാട് മുഴുവൻ ഈ കാട് കിടക്കാൻ നെല്ല് വന്ന് കണ്ടു. നെല്ല് വന്ന് കണ്ടു. എന്നിട്ട് സന്തോഷമായി. എല്ലാം സന്തോഷമായി. അങ്ങനെ അഭിനന്ദനങ്ങളൊക്കെ കിട്ടി ധാരാളം. കിട്ടി. അപ്പൊ ഇനി നമുക്ക് നമ്മൾ ടീച്ചറിന് ശരിക്കും ഇപ്പൊ നീലം ഉൾപ്പെടുന്ന മുതുവാൻ സമുദായത്തിലേക്ക് ശരിക്കും പരമ്പരാഗതമായിട്ട് നെൽകൃഷി ചെയ്യുന്നവരാണോ? ഞങ്ങളെ കുടുംബം മൊത്തം നെൽകൃഷി ചെയ്യുന്നവരാണ്. ആണ്. പക്ഷെ കാട് വളർന്നപ്പോ നിങ്ങൾക്ക് കാട് വളർന്നപ്പോ നമുക്ക് ഇടയ്ക്ക് ഇത്തിരി ബുദ്ധിമുട്ടായിരുന്നു. പൈസേന് ബുദ്ധിമുട്ടും മൃഗത്തിന്റെ ബുദ്ധിമുട്ടും സൈഡ് മൊത്തം കാടായി വന്നപ്പോ മൃഗം അല്ല അടുത്ത് ഞങ്ങളെ പാട്ടിലേക്ക് തന്നെ വന്നു. അടുത്തുള്ള ആൾക്കാർ മൊത്തം ഈ കൃഷി വിട്ടു വേണ്ടെന്ന് പറഞ്ഞു. ഈ ബുദ്ധിമുട്ടുകൾ കാരണം കാണുമ്പോ ആന, കാട്ടുപോത്ത്, പന്നി, എല്ലാ മൃഗങ്ങളും നമ്മളെ പാടത്തിനടുത്തേക്ക് വന്നപ്പോ എല്ലാവർക്കും മനസ്സ് വിട്ടുപോയി. അങ്ങനെ ഒരു 22 കൊല്ലം കാടായിട്ട് 22 കൊല്ലം ഇല്ലാതെ കാടായി പോയി. അത് അവിടെയാണ് നിങ്ങൾ ഇപ്പൊ പുതിയ വിപ്ലവം നടത്തിയത്. 5 കൊല്ലം തിരുമ്പി ഞങ്ങൾ ഇതിനെ തുടങ്ങി. ഇനിയും അത് മക്കൾ വഴി ഇനിയും നമ്മളെ മക്കള് നമുക്ക് വയ്യാതെ വന്നാലും നമ്മളെ മക്കളെ ഇതിന് കണ്ട് പഠിക്കട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങൾ തുടർന്ന് നിൽക്കുകയാണ്. ആ ഒരു കരുത്ത് ഇപ്പൊ ഒരു നാട് മുഴുവൻ കൃഷി ചെയ്ത് ജീവിക്കുന്നത്, അതിന്റെ ഒരു സന്തോഷം തന്നെ. ഇപ്പം ഇവിടെ ഹരിത കേരള മിഷന്റെ ഇവിടെ വന്നു, എല്ലാവരും അറിഞ്ഞു, എല്ലാവരും വന്നിട്ട് എന്തൊക്കെയാണ് പറയുന്നത്? നമ്മളെ ബിസിനസ് സാറ് നമ്മളെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. ഈ നമ്മളെ ഹരിത കേരള മിഷന്റെ ആള് കൂട്ടത്തിൽ തന്നെ നിന്ന് എല്ലാം പറയും, പണിയിപ്പിക്കും. കൂട്ടത്തിൽ തന്നെ എല്ലാം പണിയിപ്പിക്കണത് സാറ് തന്നെ. ആളുകൾ അരിയൊക്കെ വാങ്ങി അത് വെച്ച് കഴിച്ചിട്ട് എന്താ പറയുന്നത്? നല്ല അരി എന്നാ പറയുന്നത്. നല്ല അരി. ഞങ്ങൾ നെല്ലും ഈ കൊല്ലം മാറാ പറഞ്ഞായിരുന്നു. വേറെ നെല്ല് നമുക്ക് മാറണെന്ന് പറഞ്ഞപ്പോ കുഴപ്പമില്ല, നല്ല നെല്ലാണ്. നമുക്ക് വേറെ നെല്ല് ആകുമ്പോ ചിലപ്പം വിളയാതെ വന്നാൽ എന്ത് ചെയ്യും? ഇപ്പൊ നമുക്ക് ഇത്തിരി വിളവ് കിട്ടുന്നത് കൊണ്ട് തന്നെ നെക്കാമെന്ന് പറഞ്ഞ് നമ്മുടെ സാറ് തന്നെ പറഞ്ഞു. ഓക്കെ. അപ്പൊ അത് കാരണം ഇത് തന്നെ ഈ നെല്ല് തന്നെ ഇപ്പൊ വിതച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയും 100 മേനികൾ നമ്മൾ കൊയ്യാൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റെഡി ആയിട്ട്. ഓക്കെ. നമ്മളോടൊപ്പം സംസാരിച്ചതിനൊക്കെ വളരെ സന്തോഷം. കുഞ്ചിപ്പെട്ടിയിൽ നീലമ്മ തുടങ്ങി വെച്ച കാർഷിക വിപ്ലവത്തിന്റെ ചുക്കാൻ ഇപ്പോൾ അനീഷിനെ പോലുള്ള യുവതലമുറ കർഷകരുടെ കയ്യിലാണ്. അനീഷിന്റെ കാർഷിക അനുഭവങ്ങളെ കുറിച്ച് നമുക്കൊന്ന് കേൾക്കാം. അനീഷ്, എങ്ങനെയാണ് നിങ്ങൾ കൃഷിയിലേക്ക് ആകൃഷ്ടനാവുന്നത്? ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഒരു ഓർമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നീലമ്മ ചേച്ചിയുടെ വീടുകളിലെ ഒരു വലിയ മരക്കലപ്പയും അവിടുത്തെ വലിയ കൊമ്പുള്ള കാളയൊക്കെ അവർ നിലവിലുന്ന പണ്ടത്തെ ഓർമ്മകളിൽ ആ ഒരു ഗ്രഹത്തെ ഓർമ്മ തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കൃഷിയിലേക്ക് ഞങ്ങളും വന്നത്. ഇപ്പം ഒരു 4 പതിറ്റാണ്ടോളമായിട്ട് കൃഷിയില്ലാതെ തരിശു കിടന്ന കാടുപോലെ താന്നി പുല്ലുകളൊക്കെ വളർന്ന ഒരു ഭൂമിയിലാണ് ഇപ്പൊ നിങ്ങൾ 5 കൊല്ലമായിട്ട് കൃഷി ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾക്ക് ആ കൃഷിയോടുള്ള ആ ഒരു സാധനങ്ങളും മറ്റ് കാർഷിക സമ്പ്രദായങ്ങളും ഒക്കെ എങ്ങനെയാണ് വഴങ്ങിയത്? ഇവരുടെ ചിട്ടയായ ഇവരുടെ മാർഗനിർദ്ദേശം നമ്മൾ ഫോളോ അപ്പ് ചെയ്യുന്നതുകൊണ്ടാണ്. പ്രായമുള്ളവരെ നീലം ചേച്ചിയും കുമാരസ്വാമി ചേട്ടനും അച്ഛനും ഒക്കെ അവരൊക്കെയാണ് നമ്മുടെ വഴികാട്ടികൾ. അവരുടെ കൂടെ നിങ്ങൾ പണിയെടുക്കും. അവരുടെ എല്ലാം പഠിച്ചത് നമ്മള് പഠിച്ചത് ഈ കാര്യങ്ങളൊക്കെ. നിങ്ങൾ ഒരു സംഘം ചെറുപ്പക്കാരുണ്ടോ കുഞ്ചിപ്പട്ടിയിലുണ്ട്? ഞങ്ങള് ഒരു സമിതിയില് 20 കുടുംബമാണ് ഞങ്ങളുടെ പാടശേഖര സമിതിയിലുള്ളത്. കുഞ്ചിപ്പട്ടി പാടശേഖര സമിതിയിലുള്ളത് എല്ലാവരും മുതുവാൻ സമുദായക്കാരാണ്. ഞങ്ങളുടെ എല്ലാ മുതുവാൻ സമുദായത്തിലുള്ള ആൾക്കാരാണ്. പിന്നെ അതിലൂടെ കുടുംബശ്രീയിലെ 3 കുടുംബശ്രീ ആൾക്കാരും ചേച്ചിമാരും ഉണ്ട്. അങ്ങനെ എല്ലാവരും ചേർന്ന് ഒരു 100 പേരുണ്ടോ? 100 പേരുണ്ട്. ഫുൾ ഫാമിലി കൂടുമ്പോൾ ഒരു 100 പേരൊക്കെ. അതിൽ കൃഷിക്കൂട്ടം ഉണ്ട്. അപ്പൊ അതും 5-6 കൃഷിക്കൂട്ടങ്ങൾ അതൊക്കെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ ഞങ്ങളുടെ കുടിയിൽ എല്ലാവരും ഞങ്ങൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. പാടശേഖര സമിതിയിലും കൃഷിക്കൂട്ടത്തിലും ഞങ്ങളുടെ ആ കുഞ്ചിപ്പട്ടി സെറ്റിൽമെന്റിലെ എല്ലാ കർഷകരും അതിനകത്ത് ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാവരും നമ്മൾ ഉൾക്കൊള്ളുന്നു. അതിനകത്ത് പെടുന്നുണ്ട്. അവര് എല്ലാ ഫാമിലിയും ഉണ്ട് അതിനകത്ത്.
അപ്പൊ എങ്ങനെയാണ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കാർഷിക പ്രവർത്തനങ്ങൾ? അതായത് ഇതിപ്പോ നിങ്ങൾ 5ാം തവണയും 100 മേനി കൊയ്തിരിക്കുകയാണ്. അപ്പൊ എങ്ങനെയാണ് ഒരു സീസണിൽ നിങ്ങളുടെ കൃഷി എങ്ങനെയാണ് തുടങ്ങുന്നത്? നിങ്ങൾ എങ്ങനെയൊക്കെയാണ് അത് ചെയ്യുന്നതെന്നൊന്ന് പറയാമോ? സീസൺ ഇപ്പൊ ഇവിടെ പല പല കൃഷി 3 മാസത്തിൽ വിളവെടുക്കുന്ന 6 മാസത്തിൽ വിളവെടുക്കുന്ന നെല്ലിനങ്ങളുണ്ട്. അപ്പൊ അത് ഇവര് ചെയ്യുന്നതാണ്, നമ്മളത് അവരെ ഹെൽപ്പ് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. അപ്പൊ നേതൃത്വം മുഴുവൻ നീലം ചേച്ചിയും അവരാണ് സമിതിയിലുള്ള ആൾക്കാർ. ഞങ്ങള് ചെറുപ്പക്കാര് അവരെ സഹായിക്കാതെ മാത്രമേ ഉള്ളൂ. അപ്പൊ ആദ്യഘട്ടത്തിൽ നിങ്ങൾ കലപ്പയും മറ്റ് സാമ്പ്രദായിക കൃഷി സമ്പ്രദായങ്ങളാണല്ലോ ഉപയോഗിച്ചിരുന്നത്. പിന്നീടാണ് ചെറിയ കൊയ്ത്ത് യന്ത്രങ്ങളും മെതിയന്ത്രങ്ങളും വന്നെന്ന് നീലമ്മ ചേച്ചി പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണ് നിങ്ങൾ നോക്കി കാണുന്നത്? അധ്വാനഭാരം കുറച്ചോ? അത് ശരി, തീർച്ചയായിട്ടും അധ്വാനഭാരം കുറച്ച്. ഞങ്ങൾ അന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ചെലവായിരുന്നു. ഞങ്ങള് ഈ മാൻ പവർ ആയതുകൊണ്ട് ഈ അത്ര വലിയ കാടുകളൊക്കെ വെട്ടിത്തെളിക്കാൻ വേണ്ടി തൂമ്പയും കത്തിയും ഒക്കെ ഉപയോഗിച്ചു. അവിടെ ഇഴജന്തുക്കളും ഭയങ്കര ശല്യമായിരുന്നു. എല്ലാത്തിനും ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത്. ശരിക്കും കാടായിരുന്നു? ശരിക്കും ഭയങ്കര കാടായിരുന്നു. 20 വർഷത്തെ കാടെന്ന് പറഞ്ഞാൽ നമ്മള് അവിടെ അങ്ങോട്ട് പോകാറ് പോലില്ലായിരുന്നു. അപ്പോഴാണ് ഇതായത്. പിന്നെ അത് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് നമുക്ക് അത്ര പണിവാരം വരുന്നില്ല. അപ്പൊ പിന്നെ ഞങ്ങളാണ് മിഷണറീസും പരിപാടിയൊക്കെ ചെയ്യുന്നത്. അതിന്റെ ആൾക്കാർ അവര് ഇപ്പൊ ഞങ്ങൾക്ക് നിർദ്ദേശം തരുന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങളാണ് വിത്ത് വളങ്ങളെല്ലാം വളമിടുന്നതും കുമ്മായം എല്ലാ പരിപാടിയും ജൈവവളങ്ങളാണ്. തീർച്ചയായിട്ടും. ശരിക്കും ഹരിത കേരള മിഷന്റെ പ്രവർത്തനങ്ങൾ എത്രത്തോളം നിങ്ങൾക്ക് സഹായകരമായി? സർക്കാർ തീർച്ചയായിട്ടും അവരുടെ പ്രവർത്തനമാണ് നമുക്ക് ഏറ്റവും കൂടുതൽ. ഞങ്ങളിത് അവര് വന്നില്ല നമ്മളിത് അങ്ങനെ തന്നെ കടുപിടിച്ച് കിടന്നേനെ. ഈ UNDP-യുടെ ഈ തണ്ണീർത്തട സംരക്ഷണ യജ്ഞം ആ പ്രോഗ്രാമിലൂടെയാണ്. അവിടെ മൊത്തം ഏലം വെച്ച് പോകേണ്ട സ്ഥലമായിരുന്നു. കുറച്ച് ഭാഗം മാത്രം വെള്ളത്താൽ കിടന്നിട്ട് ബാക്കി സ്ഥലം മൊത്തം ഏലം വെച്ചുകൊണ്ടിരുന്നത്. അപ്പൊ അത് ഫുള്ള് കരയായല്ലോ. അതുവരെ നമ്മൾ തിരിച്ചെടുത്തിട്ടാണ് ഇപ്പൊ ഈ വർഷമായിട്ട് നമ്മൾ കൃഷി ചെയ്യുന്നത്. ഇപ്പൊ എല്ലായിടത്തും ജലസമൃദ്ധമാണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ ജലം ഇതിനു വേണ്ടിയിട്ട് നെൽകൃഷിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെയാ? നിങ്ങൾ കുളങ്ങളൊക്കെ ഉണ്ട്? ജലം ഇപ്പൊ എന്താ പറയാ, KVK കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന് പറഞ്ഞ് ശാന്തമ്പാറ ഇടുക്കിയിലൊരു സ്ഥാപനമുണ്ട്. അവിടുത്തെ അവരുമായിട്ട് കൊളാബ് ചെയ്തിട്ട് അവരാണ് ഞങ്ങൾക്ക് ഈ ഇതിന് ജൈവവളങ്ങൾ ഉണ്ടാക്കാൻ പഠിപ്പിക്കുകയും പിന്നെ ഞങ്ങൾക്ക് പോണ്ടുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ ഫുൾ ഇപ്പം ഒരു 4000-5000 മീൻകുഞ്ഞുങ്ങൾ ഞങ്ങൾ ഇപ്പോൾ ഓൾറെഡി ഞങ്ങളിതിനെ ഇട്ടിട്ടുണ്ട്. നെൽകൃഷി മാത്രമല്ല മത്സ്യകൃഷി ഉണ്ട്. പിന്നെ ഒരു താറാവ് കൃഷി ചെയ്യുന്നവരുണ്ട്. അത് ഓരോ സ്കീമുകളാണ്. ശരിക്കും ഇപ്പൊ ഒരു കട്ടമുടി കാർഷിക ഗ്രാമം എന്ന നിലയ്ക്ക് ഖ്യാതി കേട്ടു എന്ന് വിചാരിക്കട്ടെ. തീർച്ചയായിട്ടും കമ്മ്യൂണിറ്റി ടൂറിസം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഇപ്പൊ. കമ്മ്യൂണിറ്റി ടൂറിസം അതിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ്? അതിൽ നമ്മള് കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അതിൽ വരുന്ന ഗസ്റ്റിന് ഫുഡ് ഉണ്ട്. ഫുഡ് ഈ കുടുംബശ്രീയിലെ ചേച്ചിമാര് ഫുഡ്, നമ്മുടെ ഇപ്പൊ നൂറൻ കിഴങ്ങ് പോലത്തെ കാട്ടു ഭക്ഷണങ്ങള്, പിന്നെ ഇവര് ഉണ്ടാക്കുന്ന മുള കൊണ്ടുള്ള ഉൽപ്പന്നങ്ങൾ വിൽക്കാനും തേന് എല്ലാ സംഭവങ്ങളും അവർക്ക് ഞങ്ങൾക്ക് ഇപ്പൊ ഒരു വരുമാന മാർഗമായിട്ടുണ്ട് അത് ഈ കമ്മ്യൂണിറ്റി ടൂറിസം. അതായത് ഒരു ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കൂടെയാണ് താമസിക്കുന്നത്. താമസം ടൗണുകളിലായാലും അവരൊരു ദിവസത്തെ പാക്കേജ് പോലെ നമ്മുടെ സ്ഥലത്ത് വരും, നമ്മുടെ ഊരിലേക്ക് വരും. അവര് കൃഷി കാണാനും അവർക്ക് മത്സ്യബന്ധനം നടത്താനും എല്ലാം സൗകര്യമുണ്ട്. അപ്പൊ ഈ വന്നു പോകുന്ന ഗസ്റ്റുകൾ എന്താണ് അഭിപ്രായപ്പെടുന്നത്? അവർക്ക് ഇപ്പോൾ അവര് ഇതൊക്കെ സിനിമയിലൊക്കെ കാണുന്നതല്ലേ ഈ നെൽകൃഷിയും കാര്യങ്ങളൊക്കെ. അപ്പൊ അവിടെ വന്ന് കാണുമ്പോൾ അതൊരു മിഡ് ഫോറസ്റ്റിനകത്തോട്ട് കുറെ ട്രാവൽ ചെയ്ത് ഉള്ളിൽ ചെല്ലുമ്പോൾ ഒരു നെൽപ്പാടം കാണുമ്പോൾ ഇതുപോലെ 40 ഏക്കർ കാണുമ്പോൾ അവർക്കൊരു സന്തോഷമല്ലേ. ശരിക്കും 40 ഏക്കർ കൃഷിയുണ്ട്. രണ്ട് സെറ്റിൽമെന്റിലായിട്ടും കട്ടമുടി കുഞ്ചിപ്പെട്ടിലായിട്ട് ഫുൾ 40 ഏക്കർ 40 ഏക്കർ. ആദ്യം 5 ഏക്കറിലാണ് ഞങ്ങളാണ് തുടങ്ങുന്നത്. ആദ്യം 5 ഏക്കറിൽ ഒരു 5 ഫാമിലി തുടങ്ങിയത്. ഇപ്പൊ 20 ഫാമിലി അങ്ങനെ ആയിട്ടുണ്ട് ഞങ്ങൾ കുഞ്ചിപ്പെട്ടിയിൽ തന്നെ. കുഞ്ചിപ്പെട്ടിയിലെ പിന്നെ കട്ടമുടിയിലുണ്ട്. കട്ടമുടിയിൽ 15 ഫാമിലി. അതും കൂടെ ചേർന്നപ്പോൾ ഫുൾ ആ സെറ്റിൽമെന്റ് ഫുള്ളും 40 ഏക്കറിലേക്കായിരുന്നു. ഇപ്പം ഈ കുഞ്ചിപ്പെട്ടി റൈസ് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ബ്രാൻഡായി മാറിയിരിക്കുകയാണല്ലോ. നമുക്ക് ഓൺലൈൻ വഴിയൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ സെല്ലിങ്ങും? ഇതിൽ നിന്ന് കൃഷി ലാഭകരമാണോ ഇപ്പൊ യുവതലമുറയുടെ? ലാഭകരമാണ്. നമ്മള് ഈ ജൈവ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ട് അതിന്റെ ഒരു മന്ദതയുണ്ട് വിളവെടുപ്പില്. എന്നാലും നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫുഡ് അരി കൊടുക്കുമ്പോഴാണ് നമുക്ക് ഹാപ്പിനെസ്. അപ്പൊ അവര് കട്ടമുടി ട്രൈബൽ സെറ്റിൽമെന്റിലെ ആൾക്കാരായാലും അവർ ഈ വർഷം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അവർ ഈ പ്രാവശ്യം ഈ വിളവിൽ നിന്ന് അവലാണ് അവർ ബ്രാൻഡ് ചെയ്യാൻ പോണത്. അവല്. അപ്പൊ ഈ ഇത് പലതരം റാഗികളും പിന്നെ ചോളം അതൊക്കെ സ്റ്റോളിൽ കണ്ടല്ലോ. അതൊക്കെ അവിടെ കൃഷി ചെയ്യുന്ന നമ്മള് അതിന്റെ വരമ്പുകളിൽ കൃഷി ചെയ്യുന്നതാണ്. ഇപ്പൊ ഈ വർഷം സൂര്യകാന്തി കൃഷി പോലെ അങ്ങനത്തെ പുതിയ കൃഷികൾ വരുന്നുണ്ട്. പച്ചക്കറി ഓൾറെഡി അവിടെ ഉണ്ട്. കൃഷിക്കൂട്ടം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇന്ന് നെല്ല് വിളവെടുത്തു കഴിഞ്ഞാൽ അപ്പൊ തന്നെ കൃഷിക്കൂട്ടത്തിന്റെ ഭാഗമായിട്ട് അവിടെ പച്ചക്കറി കൃഷിയാണ് ഫുൾ. എന്തൊക്കെ പച്ചക്കറികളാണ്? നമ്മളവിടെ ഇപ്പോൾ കാബേജ് ചെയ്യുന്നുണ്ട്. പയർ ഐറ്റംസ് ആണ് ഏറ്റവും കൂടുതൽ.
ശരിക്കും അപ്പം ഇതിന്റെ അർത്ഥം വെച്ചാൽ 365 ദിവസവും കൃഷിയിലാണ്. കൃഷിയിലാണ്, ഞങ്ങൾ ഫുൾ ടൈം കൃഷിയിലാണ്. നെല്ല് കഴിയുമ്പോൾ നെല്ല് അടുത്ത് പച്ചക്കറിയാവും, പച്ചക്കറിയാവും, അങ്ങനെ ചെയ്യുന്നത്. വരമ്പുകളിൽ വേറെ കൃഷികൾ കൃഷികൾ നടക്കുന്നുണ്ട്. അതെ, അതെ. അങ്ങനെയാണ് ഇടയ്ക്ക് ശരിക്കും. ഇടയ്ക്ക് നല്ല മത്സ്യസമ്പത്ത്, ഞാൻ പറഞ്ഞില്ലേ മത്സ്യസമ്പത്തുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനെ പുറത്ത്, ഞങ്ങൾക്കിപ്പോൾ ഇടുക്കി എന്ന് പറയുമ്പോൾ ഇവിടുന്ന് കടലിൽ നിന്ന് വരുന്ന മത്സ്യങ്ങളാണല്ലോ. അപ്പം ഞങ്ങളുടെ പോണ്ടിയിൽ നിന്ന് ഞങ്ങൾക്ക് സ്വയമായിട്ട് പിടിച്ച് കഴിക്കാവുന്ന രീതിയിൽ ഞങ്ങൾ മത്സ്യസമ്പത്ത് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും നെല്ലിനോ പച്ചക്കറിക്കോ ഒന്നും നിങ്ങൾക്ക് ക്ഷാമമില്ല. കാട്ടിനുള്ളിൽ തന്നെ സമൃദ്ധമായി ഇതൊക്കെ നിങ്ങൾ വിളയിപ്പിച്ചെടുത്ത് നിങ്ങളത് പിന്നെ കഴിക്കുന്നു. തീർച്ചയായും. ഞങ്ങള് സത്യം പറഞ്ഞാൽ ഓയിലും മസാലസൊക്കെയാണ് പുറത്തുനിന്ന് കഴിക്കുന്നത്, അല്ലാണ്ട് ബാക്കിയെല്ലാം നമ്മുടെ കൃഷി തന്നെയാണ്. ശരിക്കും നിങ്ങൾക്ക് അതിനകത്ത് ഭയങ്കര അഭിമാനം. പിന്നെ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കാണുമ്പോഴാണ്, ഇവിടെ വന്നപ്പോഴാണ് ഒരുപാട് അഭിമാനമായത്. എങ്ങനെയാണ് ആളുകൾ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ നീലമ്മ ചേച്ചിനെ മുത്തശ്ശിനെ കാണാൻ തന്നെ ആൾക്കാർ വരുന്നു, ഫോട്ടോ എടുക്കുന്നു, ഭയങ്കര സന്തോഷം. ശരിക്കും നീലമ്മ ചേച്ചി സെലിബ്രിറ്റി ആയി കേരളത്തിന്റെ. അതൊന്ന് നേരത്തെ തൊട്ട് ഉണ്ട്. എന്നാലും ഇപ്പൊ ഞാനിപ്പോ വന്നത് രണ്ടാമത്തെ പരിപാടിയാണ് വന്നേക്കണം. ഞാൻ ആദ്യം UNDP പ്രോഗ്രാമിന് വന്നത്, അന്നും പിന്നെ ഇതാണ് എന്റെ രണ്ടാമത്തെ പ്രോഗ്രാം. അത് നമ്മുടെ കൂടെയുള്ള ആൾക്കാരെയാണ് നമ്മൾ വേറെ പ്രോഗ്രാമിനൊക്കെ വിടുന്നത്. അടിപൊളിയാണ്, ഹാപ്പിയാണ്. കാരണം അവരൊക്കെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒരു കാടിന്റെ ഉള്ളില് ഒരു ചിട്ടയും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സമുദായം ആയതുകൊണ്ട് അങ്ങനെ ഒതുങ്ങി പോകുന്നൊരു ഇത് ആയിരുന്നു. പിന്നെ അതിൽ നിന്നൊക്കെ പുറത്തിറങ്ങി നമ്മള് ഇപ്പൊ അവിടുത്തെ എല്ലാവരും ഇപ്പൊ കഴിഞ്ഞ ആഴ്ച തന്നെ കനകക്കുന്നിലെ പ്രോഗ്രാമിനൊക്കെ അവിടെ നിന്ന് 40 പേരാണ് ഞങ്ങളുടെ നാച്ചുറൽ ഫാമിങ്ങിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്ന് തിരുവനന്തപുരം കാണാനും ഇതൊക്കെ കാണാനും. അപ്പം ഞങ്ങളുടെ സമുദായത്തിനുള്ളിൽ ഒരു കാടിനുള്ളിൽ പെട്ട ആൾക്കാർ ജനങ്ങളിലായിട്ട് നമ്മൾ മിങ്കിൾ ചെയ്ത് ഇവിടെ വന്ന് കാണാനൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുണ്ട്. ശരിക്കും ഇത് പറഞ്ഞാൽ ഒരു ആദിവാസി സമൂഹത്തിന്റെ പുറത്തേക്കുള്ള വിപ്ലവകരമായ ഒരു മാറ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ അടയാളപ്പെടുത്താം. അതിന് സർക്കാരിന്റെ പങ്ക് എത്രത്തോളം ഉണ്ട്? ശരിക്കും ഇവിടെ വന്ന് മുഖ്യമന്ത്രിക്ക് അരിയൊക്കെ കൊടുക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഗവൺമെന്റ് ചെയ്യില്ലായിരുന്നു നമ്മളൊന്നും ആ കാട്ടിനകത്ത് തന്നെ പെട്ടുപോയത്. അതുപോലെ ഓരോരോ പദ്ധതികൾ വന്ന് അങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് പഠിക്കാനും, ഞങ്ങൾ യുവതലമുറ തന്നെയാണ് ഇതൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനും. ഇവർ വന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് അവരുടെ കൂടെ തന്നെ ഞങ്ങൾ തിന്ന് അവർക്ക് ഓരോ നിർദ്ദേശം കൊടുത്തു. ഇവർ ഞങ്ങൾക്ക് തരുന്ന നിർദ്ദേശം ഞങ്ങൾ അങ്ങോട്ട് കൊടുത്ത് ഞങ്ങൾ മാറ്റിക്കൊടുത്ത് അങ്ങനെയാണ് അവർ ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഹരിത കേരള മിഷന്റെ പ്രോഗ്രാം ആയാലും ഈ UNDP പ്രോഗ്രാം ആയാലും ഈ ഗവൺമെന്റ് അടിപൊളിയാണ്. കാരണം ഞങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്, അവര് ഞങ്ങളുടെ കാടിന്റെ ഉള്ളിൽ വന്നല്ലേ ഇവര് ഞങ്ങൾക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ തിരുവനന്തപുരത്ത് ഇവിടെ സിമി ടീച്ചറായാലും ഞങ്ങളുടെ ഇടയിലേക്ക് വരുന്നുണ്ടല്ലോ. സിമി ടീച്ചർ വന്നു. എല്ലാ UNDP ആൾക്കാരായാലും ഈ ഹരിത കേരള മിഷൻ ആൾക്കാരും ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ കൊയ്ത്തുത്സവത്തിനായാലും ഞങ്ങൾ വിളിക്കുമ്പോൾ അവര് അവിടെ ഉണ്ട്. ഞങ്ങളുടെ MLA ആയാലും എപ്പോഴും ഞങ്ങളുടെ കൂടെ അവൈലബിൾ ആണ്. തീർച്ചയായിട്ടും. അതെ, അവര് ഇപ്പൊ ഇത്രയും മെഷീനറീസ് ആയില്ലേ, ഞങ്ങളുടെ ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് ആയാലും അവരൊക്കെ ഞങ്ങൾക്ക് ഫുൾ സപ്പോർട്ടാണ്. അവരാണ് ഈ മെഷീനറീസ് മൊത്തം ഞങ്ങൾക്ക് തന്നത്. അവിടെ ഇപ്പൊ ഏലം സ്റ്റോർ പോലുള്ള പുതിയ ഞങ്ങളൊക്കെ ഒരു ഏലം ഉണക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കിലോമീറ്ററോളം വണ്ടിയിൽ കൊണ്ടുപോയിട്ടാണ് ഞങ്ങൾ ഉണക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഈ ഒരു 2 വർഷം മുമ്പൊക്കെ. ഇപ്പൊ അന്നൊക്കെ പറഞ്ഞാൽ ഒരു കിലോയ്ക്ക് 10 രൂപ 20 രൂപ മുടക്കിൽ ഞങ്ങൾ ഏലം ഉണക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് സ്വന്തം ഞങ്ങളുടെ സെറ്റിൽമെന്റ് അകത്ത് തന്നെ പുതിയ ഏലം ട്രയർ വരെ ആയി. അതൊക്കെ ഈ ഗവൺമെന്റിന്റെ ഒരു വളരെ ഇതായിരുന്നു. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാ മെഷീനറീസ് എല്ലാം ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു ശരിക്കും പറഞ്ഞ ഒരു ഇത് ഞങ്ങള് നേരത്തെ പറഞ്ഞാൽ 10 ദിവസം ചെയ്യുന്ന പരിപാടി ഞങ്ങളിപ്പോ 2 ദിവസം ഞാർന്നിട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ കയറിയിരിക്കുക. അത്രയും എളുപ്പമാക്കി പരിപാടി. ഒരു ദിവസം കൊണ്ട് ഇത് ചെയ്യാ, എല്ലാം ചെയ്യാ, വെട്ടുക, ഒന്ന് ഇത് കലക്കുക, ഞാർന്നിടുക, അമ്മമാരെ ഞാർന്നിടുന്നു. 15 ദിവസം ചെയ്യുന്ന പരിപാടിയാണ് ഇപ്പൊ 3 ദിവസത്തില് 4 ദിവസം ഞങ്ങള് പരിപാടി തീർത്ത് പോവാണ്. കാർഷിക യന്ത്രങ്ങളുടെ സഹായം എത്രത്തോളം ഞങ്ങൾക്ക് വളരെ ഉപകാരമായി. അപ്പം ശരിക്കും നിങ്ങൾക്ക് ഭാവി നേരത്തെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു, എന്ത് ജോലി ചെയ്തിട്ട് കാട്ടിനുള്ളിൽ ജീവിക്കും എന്നൊക്കെയുള്ള. ഇപ്പൊ പക്ഷെ നിങ്ങൾക്ക് ശരിക്കും ഒരു ദിശാബോധം ഉണ്ട്. കൃഷി, കമ്മ്യൂണിറ്റി ടൂറിസം, മറ്റ് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി നിങ്ങൾക്ക് ഏത് തരത്തിലും ഒരു എന്റർപ്രണർ എന്ന നിലയ്ക്ക് ഒരു ബിസിനസ്. ഇപ്പോഴാണ് നമുക്ക് ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇതായത്. കാരണം ഇങ്ങനെ വന്ന അരിയൊക്കെ ആൾക്കാർ മേടിക്കുമ്പോൾ അപ്പൊ നമ്മളെന്ന് പറഞ്ഞാൽ നമ്മള് പുറത്തുനിന്ന് മേടിക്കുന്ന കാലം നമ്മുടെ അരി നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത അരി ഒരാൾക്ക് ഇപ്പൊ അവിടെ സെല്ല് ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് മനസ്സിൽ. അവര് തേടി വന്നല്ലേ ഞാൻ മേടിക്കുന്നത്, അത് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഞങ്ങളുടെ നാട്ടിലെ എല്ലാവർക്കും, സർക്കാരിനും എല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവും ഇതൊക്കെ നന്ദിയൊക്കെ അറിയിക്കുന്നു ഞങ്ങൾ. താങ്ക് യു.